അപ്പോൾ ഗൈസ് സൂര്യയുടെ കംബാക്ക് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. വിശ്വനാഥ് ആൻഡ് സൺസിൻ്റെ ടീസർ വന്നിട്ടുണ്ട് ഗൈസ്. സൂര്യയുടെ തന്നെ ഇനി വരാനിരിക്കുന്ന ഏറ്റവും നല്ല രീതിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉള്ളൊരു പടമാണ് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്നത്. സംഭവം സത്യം പറഞ്ഞാൽ വെങ്കിയാറിലൂരി സംവിധാനം ചെയ്യുന്ന പടമാണ്. അത് നമ്മുടെ ലക്കി ഭാസ്കറിന് ശേഷം ആൾ സംവിധാനം ചെയ്യുന്ന പടമായിട്ട് കൂടി അത്ര വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതുവരെ. പക്ഷേ ടീസർ കണ്ടതിന് ശേഷം ഇച്ചിരി ഹോപ്പൊക്കെ തോന്നുന്നുണ്ട് ഈ പടത്തിൽ. കറുപ്പിനേക്കാളും വലിയൊരു ഹിറ്റാൻ സാധ്യത കാണുന്നുണ്ട്. എസ്പെഷ്യലി സൂര്യ ആള് നല്ല കിട്ടിലും പെർഫോമൻസ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഫൈറ്റൊക്കെ ഉണ്ട് പടത്തിൽ. ഒരു ഫീൽ ഗുഡ് പടമാകാനുള്ള സാധ്യതയില്ല. ഫൈറ്റും ഡാൻസും മാസും എല്ലാം ഒരു അത്യാവശ്യം കിടിലം പടം തന്നെ ആയിരിക്കും. പിന്നെ മമിത കത്തിക്കുകയാണ് കേസ്. മമിത അടിപൊളിയായിട്ടുണ്ട് ട്രെയിലർ. വലിയൊരു കരിയർ മമിതക്ക് മുന്നിലുണ്ട്. മമിത നല്ല രീതിക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ അങ്ങെത്തും. മലയാളത്തിൽ നിന്ന് തന്നെ മറ്റൊരു കിടിലൻ നടിയായിട്ട് മമിത മാറും. നല്ല പെർഫോമൻസാണ്, നമുക്കറിയാം. നല്ല കഴിവൊക്കെയുള്ള നടിയാണ്. വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതുപോലെ രാധിക ശരത്കുമാറിൻ്റെ ക്യാരക്ടർ ഇതുപോലെയുള്ള പടത്തിന് പറ്റിയൊരു അമ്മ വേഷം ചെയ്യാൻ പറ്റിയൊരു കഥാപാത്രമാണ് രാധിക ശരത്കുമാറിൻ്റെ. അത് പുള്ളിക്കാരത്തിന് നൈസായിട്ട് ചെയ്യും. എസ്പെഷ്യലി പറയേണ്ടത് GVPയുടെ മ്യൂസിക്കാണ്. നല്ല കിട്ടിയുള്ള മ്യൂസിക്, നല്ല അടിപൊളി ഫീൽ മ്യൂസിക്. അതിൻ്റെ ഒരു തീം മ്യൂസിക് ഇപ്പം ആൾ പുറത്ത് വിടും. അപ്പം എന്താണ് മിക്കവാറും ട്രെൻഡ് ആകുമ്പോൾ ഒരു അടിപൊളി സാധനമായിരിക്കും. നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ വേണ്ടി. ടീസർ ഓവറോൾ അടിപൊളിയായിട്ടുണ്ട്. പടവും അതിനൊക്കെ തന്നെ. പടത്തിൻ്റെ കഥ എന്ന് പറയുന്നത് മുൻപ് വന്ന ഒരു സിനോപ്സിസ് അല്ലെങ്കിൽ ആ റൂമർ കണക്ക് തന്നെയാണ്. 50 വയസ്സായിട്ടുള്ള മനുഷ്യനും അതുപോലെ 20 വയസ്സായിട്ടുള്ള യുവതിയും തമ്മിലുള്ള ഒരു പ്രണയം. അതാണ് പടത്തിൽ. 50 സൂര്യക്ക് താല്പര്യമില്ല, മമിതക്ക് താല്പര്യമുണ്ട്. അങ്ങനെ അത് തന്നെ ആയിരിക്കാം മുമ്പോട്ട് പോകുന്നത്. അതിനിടയിൽ കോൺഫ്ലിക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ബിസിനസ് ആണല്ലോ. അപ്പോൾ എന്തായാലും ഒരു എതിരാളി അങ്ങനെ വരാം. അങ്ങനെ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി പടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പടം ജൂലൈയിലാണ് റിലീസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. മെയിൽ കറുപ്പ് ജൂലൈയിൽ ഈ വിശ്വനാഥൻ്റെ സൺസ്, പിന്നെ അത് കഴിഞ്ഞ് സൂര്യ 47 ഒക്കെ വരാനുണ്ട്. ഒരു കിടിലൻ 1.5 കംബാക്ക് തന്നെ സൂര്യ മിക്കവാറുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ടീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടൊരു ടീസറാണ്. ഒരു ഫീൽ ഗുഡ് പരിപാടി ആയിരിക്കും വിചാരിച്ചാണ്. പക്ഷേ ഫീൽ ഗുഡിനും അപ്പുറത്തേക്ക് ഒരുപാട് പരിപാടികൾ പടത്തിലുണ്ട് എന്നുള്ളത് ഈ ഒരു ടീസർ കാണുമ്പോൾ തന്നെ ഉറപ്പാണ്. അപ്പം അത്രേ പറയാനുള്ളൂ. നിങ്ങൾ ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ് ചെയ്യുന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്.